നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാജ്യമായി അമേരിക്കയെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ആ സുരക്ഷയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഒരു വലിയ വിള്ളൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാഷിംഗ്ടൺ ഹിൽട്ടണിൽ നടന്ന ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ സംഭവം വെറും ഒരു അറ്റാക്ക് മാത്രമല്ല, മറിച്ച് അതിന്റെ പിന്നിൽ എന്തെങ്കിലും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഗൂഢാലോചനകളോ ഉണ്ടോ എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം പങ്കെടുത്ത വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ അത്താഴ വിരുന്നിലേക്ക് തോക്കുധാരി അതിക്രമിച്ചെത്തുന്നതിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നു. വെടിവെപ്പിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ US പ്രോസിക്യൂട്ടർമാരാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആയുധങ്ങളുമായി എത്തിയ കോൾ തോമസ് വെറും 4 സെക്കൻഡിനുള്ളിലാണ് ഹോട്ടൽ കവാടത്തിൽ നിന്നും സുരക്ഷാ പരിശോധന ഇടനാഴിയിലൂടെ ഓടിപ്പോകുന്നത്. ശരവേഗത്തിൽ നീളമുള്ള തോക്കുമായി ഓടുന്ന തോക്കുധാരിയുടെ നേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് ചൂണ്ടുന്നത് കാണാം CCTV ദൃശ്യങ്ങളിൽ. എന്നാൽ അദ്ദേഹം വെടിയുതിർത്തോ എന്നത് വ്യക്തമല്ല. തൊട്ടു പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരും തോക്ക് ചൂണ്ടുന്നുണ്ട്. സുരക്ഷാ ഇടനാഴി കടന്ന് മീറ്ററുകൾ പിന്നിട്ടപ്പോഴേക്കും കോൾ തോമസ് ഹെലനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ടുണ്ട്. പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകർ ഒരുക്കിയ അത്താഴ വിരുന്നാണ് ഹിൽട്ടൺ ഹോട്ടലിൽ അന്ന് നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഉദ്യോഗസ്ഥരെയും വധിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റമാണ് കോൾ തോമസ് ഹെലനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ല. അത്താഴ വിരുന്നിന് തലേ ദിവസം അതിഥി എന്ന നിലയിൽ ഹോട്ടലിലെത്തിയ അലൻ സ്ഥലങ്ങൾ പതിയിരുന്നു നിരീക്ഷിക്കുന്നത് വീഡിയോയിൽ കാണാമെന്ന് US നീതിന്യായ വകുപ്പ് പറയുന്നുണ്ട്. തോക്കുകളും കത്തികളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. പുറത്ത് വെടിയൊച്ച കേട്ടതോടെ US സീക്രട്ട് സർവീസ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവരെയും അതിവേഗം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. തോക്കുധാരിയെ ഓടിയെത്തുന്നതിന്റെ CCTV ദൃശ്യം സംഭവ ദിവസം തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും കൂടുതൽ ദൃശ്യങ്ങളും വ്യക്തതയുമുള്ള വീഡിയോ ഇപ്പോഴാണ് പുറത്തുവിടുന്നത്. ഒരു സാധാരണ വ്യക്തി ആയുധങ്ങളുമായി, അതും മുൻകൂട്ടി സ്ഥലത്തെ നിരീക്ഷിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് പ്രസിഡന്റിന്റെ സാന്നിധ്യമുള്ള വേദിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ഇതൊരു സാധാരണ സുരക്ഷാ വീഴ്ചയായി മാത്രം കാണാനാകുമോ? റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിന് മുൻപ് തന്നെ പ്രതി ഹോട്ടലിലെത്തി സ്ഥലം പരിശോധിച്ചതും സുരക്ഷാ പരിശോധനാ പോയിന്റ് വരെ അനായാസം കടന്നുപോയതും വ്യക്തമാണ്. ഇതോടെ ഉയരുന്ന പ്രധാന ചോദ്യം, ഇത്രയും വലിയൊരു പരിപാടിയിൽ അമേരിക്കയുടെ സീക്രട്ട് സർവീസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ഇത്തരമൊരു കാര്യം എങ്ങനെ സംഭവിച്ചു? ചില ദൃശ്യങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയത്താണ് പ്രതി അതിവേഗം മുന്നേറുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് വെറും പിഴവാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇവിടെ തന്നെ രാഷ്ട്രീയമായ ഒരു വായന തുടങ്ങുന്നു. ഒരു ആക്രമണത്തിന് പിന്നാലെ തന്നെ കൂടുതൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റ് ഹൌസിൽ പുതിയ സുരക്ഷിത ബോൾ റൂം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ സാധാരണയായി 3 രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. 1. സുരക്ഷാ വീഴ്ച. 2. ഒറ്റപ്പെട്ട വ്യക്തിയുടെ അതിക്രമം. 3. രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന സാധ്യത. ഇവിടെ മൂന്നാമത്തെ സാധ്യതയാണ് കൂടുതൽ ചർച്ചയാവുന്നത്. കാരണം ഈ സംഭവം നടന്ന സമയം, അതിന്റെ പശ്ചാത്തലം, അതിന് പിന്നാലെ ഉയർന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ഇവയെല്ലാം ചേർന്നൊരു വലിയ സംശയം സൃഷ്ടിക്കുന്നു. അതേസമയം ഔദ്യോഗിക അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രതിക്ക് നേരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രേരണയും ബന്ധങ്ങളും ഇപ്പോഴും വ്യക്തമല്ല. ലോകം ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇതൊരു സുരക്ഷാ വീഴ്ചയോ അതോ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ധാർഷ്ട്യത്തിനു മുന്നിലുള്ള ഒരു മുന്നറിയിപ്പോ? കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ യാദൃച്ഛികമാകാം, പക്ഷേ ചിലപ്പോൾ അവ രാഷ്ട്രീയത്തിന്റെ ആഴത്തിലുള്ള കളികളുടെ തുടക്കവുമാകാം.